ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇത് SNS മീഡിയ. 6 വർഷങ്ങൾക്ക് മുമ്പുള്ള പാസ്റ്റർ അനിൽ കുടിത്തോട്ടത്തിൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യമായി കാണുവാൻ ഇടയായി. അതിൽ TPM സഭ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് ആക്ഷേപിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവ ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തത്, വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 1 പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഈ 144,000 പേർ അപ്പോസ്തലന്മാർ അല്ല എന്ന് അനിൽ കുടിത്തോട്ടം പറയുന്നു. രണ്ടാമതായി, അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 പേർ മാത്രമേ ഉള്ളൂ എന്ന് അനിൽ കുടിത്തോട്ടം പറയുന്നു. മൂന്നാമതായി, അടിച്ചേൽപ്പിക്കുന്ന അവിവാഹിത ജീവിതം TPM സഭ എന്തിനു പഠിപ്പിക്കുന്നു? ദൈവത്തിൻ്റെ കൃപയാൽ പാസ്റ്ററിൻ്റെ ചോദ്യങ്ങൾക്ക് മെയ് 1-ാം തീയതി സ്വർഗ സിയോനിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 അപ്പോസ്തലന്മാർ ആകുന്നു എന്ന എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ ആൻസർ നൽകി. ഈ വീഡിയോ ഞാൻ വാട്സാപ്പിൽ കൂടി പാസ്റ്ററിന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഫോണിൽ കൂടി വീഡിയോയെ പറ്റി സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ വീഡിയോകൾക്ക് ആൻസർ തരികയില്ല എന്ന് മനസ്സിലായി. 3 മാസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ജോബിൻ ഹാൽവിനോട് 11 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഇതുവരെ അതിൻ്റെ ആൻസർ തന്നിട്ടില്ല. എൻ്റെ സ്നേഹിതന്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേരും ചേർക്കണമെന്ന്. അതുകൊണ്ട് ബാബു പ്രാവിച്ചമ്പലം എന്നാക്കി മാറ്റി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. വചനങ്ങളും ഇതെല്ലാം വളരെ ചുരുക്കി പറയുന്നു. ഒന്നാമതായി, പാസ്റ്റർ അനിൽ കുടിത്തോട്ടത്തിൻ്റെ ആക്ഷേപത്തിനുള്ള മറുപടിയാണ്. ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ 11 പേരും രക്തസാക്ഷികളായി മരിച്ചു. സ്വാഭാവിക മരണം സംഭവിച്ചത് വിശുദ്ധ യോഹന്നാന് മാത്രം. അന്നത്തെ റോമ ചക്രവർത്തി വിശുദ്ധ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ നാടുകടത്തി. അവിടെ വച്ച് സ്വർഗത്തിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം യോഹന്നാൻ കേട്ടു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 4:1 എഴുതിയിരിക്കുന്നു. മേലാൽ സംഭവിക്കാനുള്ള എന്ന പ്രയോഗം അന്ത്യകാല സംഭവങ്ങളെ കാണിക്കുന്നു. യോഹന്നാൻ ദർശനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിൻ്റെ ജനനവും സ്വർഗാരോഹണവും കഴിഞ്ഞിരുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയും 5-ാം വാക്യവും വായിക്കുകയാണ്. യോഹന്നാൻ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യൻ അണിഞ്ഞ സ്ത്രീ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകെട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേൽപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ആൺകുട്ടി ജനിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിലാണ്. അതിനാൽ അക്ഷരിക ജനനത്തെ അല്ല, ആത്മീയ ജനനത്തെ അത്രേ കാണിക്കുന്നത്. ഇനി അടുത്തത്, സൂര്യനണിഞ്ഞ സ്ത്രീയെപ്പറ്റി ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന സ്ത്രീ ആരാണ്? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ച പുതിയ നിയമ സഭയല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ടാണ് എടുത്തുകൊള്ളപ്പെടുന്ന മണവാട്ടി സഭയെ ആൺകുട്ടി എന്ന് വിളിക്കുന്നത്. കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സഭയാകുന്ന ഈ ആൺകുട്ടി ഒരു ശരീരമാണ്. അതുകൊണ്ട് പലരായ നാം ഒരു ശരീരമായി തീരണം. അതിൽ യവനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട്
ആൺകുട്ടി ഒരു വ്യക്തിയല്ല, വിശുദ്ധന്മാരുടെ ഒരു ഗണമാണ്. സകല ജാതികളെയും ഇരുമ്പ് കൊണ്ട് മേൽപ്പാനുള്ള ജ്ഞാനത്താൽ നിറഞ്ഞവരാണ് അവർ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സഭയിലുള്ളവർ എല്ലാവരും എടുത്തുകൊള്ളപ്പെടുകയില്ല. ജയാളികളായ വിശുദ്ധന്മാരാകുന്ന ആൺകുട്ടി മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട സഭയിൽ നിന്ന് ആൺകുട്ടി പുറപ്പെട്ടു വരുന്നു. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. ഇനി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ൽ അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, അതിനെപ്പറ്റി ചിന്തിക്കാം. 12 നക്ഷത്രങ്ങൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെയും ശ്രേഷ്ഠമായ അപ്പോസ്തലിക ഉപദേശങ്ങളെയും സൂചിപ്പിക്കുന്നു. മണവാട്ടി സഭയെ ഒരുക്കുന്നവർ. കർത്താവിൻ്റെ മധ്യാശ വരവിൽ എടുക്കപ്പെടുന്ന സഭയെ എങ്ങനെ ഒരുക്കി നിർത്തണം? മണവാട്ടിയെ ഒരുക്കുവാൻ വേണ്ടി ഒരു കൂട്ടർ സർവ്വതും ഉപേക്ഷിച്ച് കംപ്ലീറ്റ് സമയം കർത്താവിൻ്റെ വരവിൽ തൻ്റെ സഭയെ ഒരുക്കുവാൻ ഉപയോഗിക്കുന്നു. അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26, 27, 33 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. വേറെ ഒരു ഗ്രൂപ്പ് കുടുംബസമേതം കർത്താവിൻ്റെ സഭയെ ഒരുക്കുവാൻ വേണ്ടി സേവ ചെയ്യുന്നു. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ അധ്യക്ഷൻ നിരവധ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർബലനും ജീതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. ഇവരെ മൂപ്പന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാർ എന്ന് വിളിക്കുന്നു. എടുക്കപ്പെടുന്ന മണവാട്ടി സഭയിൽ മുമ്പ് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ക്രിസ്തു ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുന്നവരെ എടുക്കപ്പെടും. എന്നാൽ ഇനി അടുത്തത് ഈ മണവാട്ടി സഭയുടെ വാസസ്ഥലങ്ങൾ, നിത്യവാസസ്ഥലങ്ങളെപ്പറ്റി പഠിക്കാം. അവരുടെ സ്വർഗത്തിലെ നിത്യവാസസ്ഥലങ്ങളെപ്പറ്റി ചിന്തിക്കാം. അതിൽ സ്വർഗ സിയോനും യെരുശലേമുമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത് പുതിയ യെരുശലേമാണ്. സ്വർഗ സിയോനും പുതിയ യെരുശലേമും തമ്മിൽ ഇണക്കപ്പെട്ട നഗരമാണ്. ഇവിടെ മണവാട്ടി സഭയുടെ നിത്യവാസസ്ഥലം. പുതിയ യെരുശലേമിൽ ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്വർഗ സിയോനിൽ പിതാവിൻ്റെ സിംഹാസനവും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവും ഉണ്ട്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ മണവാട്ടി സഭയെ ഒരുക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ന്റെ 1-ൽ പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവർ ആരാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 144,000 പേർ ആരാകുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26, 27, 33 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കുന്നു. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞവരാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 അപ്പോസ്തലന്മാർ. ഇന്നും കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്കുള്ള അനുഭവം ഇത് തന്നെയാണ്. ഇത് കർത്താവിൻ്റെ രഹസ്യ വരവ് വരെയും തുടർന്നു കൊണ്ടിരിക്കും. ഇനി അപ്പോസ്തലന്മാർക്കുള്ള പ്രതിഷ്ഠയും അവർക്കുള്ള പ്രതിഫലവും അതിനെപ്പറ്റി ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 3-21 ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. വെളിപ്പാട് പുസ്തകം 3-21 വായിക്കുവാൻ നമുക്ക് കഴിയും. ഇനി ക്രിസ്തു ജയിച്ചതുപോലെ അവർ സകലത്തിലും ജയാളികളായി തീരുമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തുമെന്ന വാഗ്ദത്വവും ചെയ്തിരിക്കുന്നു. ഇവരാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ
നിൽക്കുന്ന 144,000 പേർ. ഇനി അടുത്തതായി യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ക്രിസ്തു തൻ്റെ അപ്പസ്തലന്മാരോട് പറയുന്ന സന്ദർഭമാണ് അല്ലെങ്കിൽ ഭാഗമാണ് ഇത് കേട്ട വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ അപ്പോസ്തലന്മാരാകുന്നു. വെളിപ്പാട് പുസ്തകം 14:3 ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 അപ്പോസ്തലന്മാരാകുന്നു. യോഹന്നാൻ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 26 എനിക്ക് ശുശ്രൂഷ ചെയ്തവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. ഇവരാണ് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144 അപ്പോസ്തലന്മാരാകുന്നു. ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോസ്തല പ്രതിഷ്ഠ. ലൂക്കോസ് സുവിശേഷം 14 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇതും അപ്പോസ്തല പ്രതിഷ്ഠയെ പറ്റി പറയുന്നതാണ്. പിന്നെ അടുത്തത് ലൂക്കോസ് സുവിശേഷം 14:33 നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നവരാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ നമ്മൾ ഇതുവരെയും നമ്മൾ ഈ സൂര്യനണിഞ്ഞ സ്ത്രീയെപ്പറ്റി ആരും നമ്മൾ മനസ്സിലാക്കി. അവരുടെ തലയിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം, അതിനെയും മനസ്സിലാക്കി. ഇനി ആൺകുട്ടി ആരാകുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കി. പുതിയ യെരുശലേമും സ്വർഗ്ഗ സിയോനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി അപ്പോസ്തല പ്രതിഷ്ഠയെപ്പറ്റി മനസ്സിലാക്കി. അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതും മനസ്സിലാക്കി. സിയോൻ മലയിൽ കുഞ്ഞാടിനോട് നിൽക്കുന്ന 144,000 അപ്പോസ്തലന്മാരാകുന്നു എന്നും മനസ്സിലാക്കി. ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമതായി അടിച്ചേൽപ്പിക്കുന്ന അവിവാഹിത ജീവിതം. TPM സഭ എന്തിനു ചെയ്യുന്നു? ഇതാണ് പാസ്റ്റർ കുഴിത്തോട്ടത്തിൻ്റെ തെറ്റായിട്ടുള്ള ഉപദേശം. അതിനെപ്പറ്റി നമുക്ക് ദുരുപദേശമാണ്. അടിച്ചേൽപ്പിക്കുന്ന അവിവാഹിത ജീവിതം സഭ എന്തിനു ചെയ്യുന്നു? ഒരു വിശ്വാസി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം കർത്താവിൻ്റെ സുവിശേഷം പൂർണ്ണ സമയം ചെയ്യുവാൻ അവന് ആഗ്രഹം ജനിച്ചാൽ അവൻ അതിനായി തന്നെ സ്വയമായി സമർപ്പിക്കും. ഒരിക്കലും ഞാൻ പറയാം. ഒരു വിശ്വാസി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം കർത്താവിൻ്റെ സുവിശേഷം പൂർണ്ണ സമയം ചെയ്യുവാൻ അവന് ആഗ്രഹം ജനിച്ചാൽ അവൻ അതിനായി തന്നെ സ്വയമായി സമർപ്പിക്കും. ഈ സമർപ്പണത്തെ ദൈവം അംഗീകരിച്ചാൽ അപ്പോസ്തല ശുശ്രൂഷനായി തീരും. ഇത് ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അല്ല. ഇനി മൂന്നാമതായി പാസ്റ്റർ അനിൽ കുഴിത്തോട്ടത്തിൻ്റെ ദുരുപദേശമാണ്. അത് 12 അപ്പോസ്തലന്മാർക്ക് പുറമെ അപ്പോസ്തലന്മാർ ഇല്ല എന്ന് പാസ്റ്റർ പറയുന്നു. എന്നാൽ 12 അപ്പോസ്തലന്മാർക്ക് പുറമെ 6 അപ്പോസ്തലന്മാരും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ തെളിവ് കൊടുത്ത് വചനാടിസ്ഥാനത്തിൽ ഞാൻ തെളിയിച്ചതാണ്. ഇനി അവസാനമായി ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് നിർത്താം. പുതിയ യെരുശലേമും സിയോനും സദൃശമായ മണവാട്ടിയെ വിശുദ്ധ പൗലോസ് ഒരു കെട്ടിടമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തു സ്വർഗ്ഗ സിയോനിൽ സ്ഥാപിച്ചിരിക്കുന്നു.
ഇതാ ഞാൻ സ്വർഗ്ഗസിയോനിൽ ഒരു വിലയേറിയ കല്ല് ഇട്ടിരിക്കുന്നു. യെശയ്യാവ് 26-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ മൂലക്കല്ല് അതിന്മേൽ പണിയാനുള്ള കെട്ടിടത്തെ വെളിപ്പെടുത്തുന്നു. പ്രസ്തുത വേദഭാഗം ഉപയോഗിച്ച് പൗലോസും പത്രോസും സഭയെക്കുറിച്ചുള്ള ഉപദേശം സ്ഥാപിക്കുന്നു. അവർ ക്രിസ്തുവിനെ മൂലക്കല്ലായും അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്നിവരെ അടിസ്ഥാനമാക്കി സദൃശീകരിച്ചിരിക്കുന്നു. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയും 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും ഇത് എഴുതിയിരിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഇപ്പോൾ മൂലക്കല്ലായി സിയോനിൽ സ്ഥാപിച്ചിരിക്കുന്നു. അടിസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ചേർന്ന് ഉണ്ടാക്കുന്നു. മൂലക്കല്ല് സിയോനിൽ ആയതിനാൽ അടിസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളും സിയോനിൽ തന്നെ ആയിരിക്കണം എന്ന് പൗലോസിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വെളിപ്പെടുന്നു. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ വായിക്കുവാൻ കഴിയും. ജഡപ്രകാരമുള്ള യഹൂദന്മാർക്കോ പഴയ നിയമ വിശുദ്ധന്മാർക്കോ ദൂതന്മാർക്കോ സ്വർഗ്ഗസിയോനിലും പുതിയ യെരൂശലേമിലും ആയിരിക്കുന്ന ശ്രേഷ്ഠസ്ഥാനം നൽകപ്പെട്ടിട്ടുള്ളതായി വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല. വീഡിയോയുടെ ടൈറ്റിൽ പാസ്റ്റർ കുഴുത്തോട്ടം നമ്പർ 1 ദുരുപദേശകൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പറയാം. ഒന്നാമതായി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ൽ പറയുന്ന സ്വർഗ്ഗസിയോനിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ അപ്പോസ്തലന്മാർ അല്ല എന്നാണ്. രണ്ടാമത്തെ ദുരുപദേശം TPM സഭ അവിവാഹിത ജീവിതം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ്. മൂന്നാമതായി സഹോദരിമാർ ഒരിക്കലും അവിവാഹിത ജീവിതം സ്വീകരിക്കരുത്, വളരെ കഷ്ടങ്ങളുണ്ട് എന്ന് പാസ്റ്റർ തൻ്റെ വീഡിയോ കൂടി പറയുന്നു. നാലാമതായി പറയുന്നത് അവിവാഹിത ജീവിതം അത് തെറ്റാണ് എന്ന് 6 വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ വീഡിയോയിൽ പറയുന്നു. അവിവാഹിത ജീവിതത്തിൻ്റെ ഉപദേശം പാസ്റ്റർ പോളിൻ്റെയോ പാസ്റ്റർ ആൽവിൻ്റെയോ തലയിൽ ഉദിച്ച ആശയമാണെന്ന് എന്നാക്കി തീർക്കുവാൻ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നു. പാസ്റ്റർ ആൽവിൻ ബുദ്ധമതം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് എന്നും പറയുന്നു. ബുദ്ധമതത്തിലെ സന്യാസി പ്രതിഷ്ഠാ ജീവിതം കോപ്പി അടിച്ച് മാറ്റി TPM സഭയിൽ സ്ഥാപിച്ചു എന്ന് പാസ്റ്റർ കുഴുത്തോട്ടത്തിൻ്റെ ദുരുപദേശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോസ്തലിക ഉപദേശം പാസ്റ്റർ പോളിൻ്റേതല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അപ്പോസ്തലിക പ്രതിഷ്ഠയുടെ ഉപദേശം ഉണ്ട്. കർത്താവ് പറയുന്നു, സ്വർഗരാജ്യം നിമിത്തം താങ്കളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും ഉണ്ട് എന്ന് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 22-ൽ വളരെ വ്യക്തമായി പറയുന്നു. ഇനി അടുത്തത് ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 33-ൽ തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ രഹസ്യവരവിൻ നാളിനായി മണവാട്ടി സഭയെ ഒരുക്കുവാനായി കർത്താവ് തന്നെയാണ് സഭയിൽ അപ്പോസ്തലിക പ്രതിഷ്ഠയും നൽകിയിട്ടുള്ളത്. അപ്പോസ്തലിക പ്രതിഷ്ഠാ ജീവിതം പാസ്റ്റർ പോളിൻ്റെയോ ആൽവിൻ്റെയോ അല്ല. കർത്താവ് അനുവദിച്ച കാര്യങ്ങൾ കുഴുത്തോട്ടം അനുസരിക്കരുത്, അത് തെറ്റാണ് എന്ന് ദുരുപദേശം സംസാരിക്കുന്നു. അതുകൊണ്ട് കുഴുത്തോട്ടം നമ്പർ 1 ദുരുപദേശകനാണ്. കുഴുത്തോട്ടത്തിൻ്റെ ദുരുപദേശത്തെ വചനാടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ ദൈവം കൃപ തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അടുത്ത വീഡിയോയിൽ വരുന്നതുവരെയും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.
പ്രൈസ് ലോർഡ്.